ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും, കുറ്റബോധം പേറി നടക്കുന്ന ആളുകൾ. എനിക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് കുറ്റബോധത്തോടെ ജീവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങളെ തന്നെയാണ് രോഗിയാക്കുന്നത്. നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ ഒരു വേസ്റ്റ് എന്നും വീട്ടിൻ്റെ ഒരു അകത്തളത്തിൽ കൊണ്ടിട്ടാൽ അത് ആർക്കാണ് അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്? നമുക്ക് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നിരന്തരമായി ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ദോഷമുണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കുറ്റബോധം തെറ്റ് ചെയ്തപ്പോൾ എന്തായാലും നമുക്ക് കുറ്റബോധം വരും, സ്വാഭാവികമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കുറ്റബോധം ഇങ്ങനെയുള്ള തെറ്റുകൾ എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നു എന്നുള്ള അടിസ്ഥാന വിവരം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും തെറ്റ് സംഭവിക്കുന്നുണ്ട്. തെറ്റ് സംഭവിക്കൽ മനുഷ്യ സഹജമാണെന്നുള്ള തിരിച്ചറിവ് ആദ്യം ഉണ്ടാക്കുക. അതുപോലെ തന്നെയാണ് ഇനിയൊരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ഇങ്ങനെ തെറ്റ് സംഭവിച്ചത് എങ്ങനെയാണ്, അതിനൊന്ന് വിശകലനം ചെയ്യുക. ഇനി ഒരിക്കലും ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മുൻകരുതലെടുക്കണം, ഇങ്ങനെ ചിന്തിച്ച് ഇനിയൊരിക്കലും തെറ്റ് ചെയ്യാത്ത രൂപത്തിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമ്മൾ കുറ്റബോധം പേറി നടന്നിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ പറയാനുള്ളത്, അമിതമായിട്ട് കുറ്റബോധം നേടി ഒരു നിലക്കും ബുദ്ധിമുട്ട് നമ്മുടെ ജോലിയെയും ഉറക്കിനെയും ഭക്ഷണത്തെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇസ്മകാരുടെ അടുക്കലോ അല്ലെങ്കിൽ ഹോമിയോയിലോ ജോലിസിന്റെ അടുക്കലൊക്കെ പോയിട്ട് വെറുതെ നിങ്ങൾ സമയം കളയരുത്. നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ഭേദമാക്കുക. ചെറുതാണെങ്കിൽ, ചെറിയ കുറ്റബോധമാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്.